എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 30 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാർ ഏപ്രിൽ 1 നോ ട്രാൻസാക്ഷൻ ഡേ ആയി ആചരിക്കുന്നതിനാൽ അന്നേ ദിവസം ട്രാൻസാക്ഷനുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 4 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ ട്രഷറികളിൽ നിന്നും പെൻഷൻ, സേവിങ്സ് ബാങ്ക് തുടങ്ങിയവ വഴിയുള്ള പണമിടപാടുകൾ ആരംഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രഷറി മുഖാന്തരമാണ് വീടുകളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ എല്ലാം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനും ഒരു കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 5 മുതൽ പ്രതീക്ഷിച്ചാൽ മതി കയ്യിൽ ക്ഷേമ പെൻഷൻ വിതരണം എന്നുള്ളതാണ് ഇതിൽ നിന്നും ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീർന്ന് 30 ദിവസം വരെ അത് ഉപയോഗിക്കാൻ അനുമതി നൽകി കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഇക്കാലയളവിൽ ലൈസൻസ് പുതുക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് പുതുക്കിയാൽ കാലാവധി തീർന്നത് മുതൽക്കുള്ള പ്രാബല്യം ഉണ്ടാകും. കാലാവധി തീർന്ന ശേഷമാണ് പുതുക്കുന്നത് എങ്കിൽ ആ തീയതി മുതലാകും പ്രാബല്യം. മോട്ടോർ വാഹന നിയമത്തിൽ മാത്രം 20 ഭേദഗതികളാണ് ലോക്സഭയിൽ വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ് അവതരിപ്പിച്ച ജൻ വിശ്വാസ് ഭേദഗതി ബില്ലിൽ ഉള്ളത്. നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയും ശിക്ഷ ലഘൂകരിച്ചും 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലെ 79 കേന്ദ്രങ്ങളിലായി 784 ഭേദഗതികൾ വരുത്തുന്നതുമാണ് ജൻ വിശ്വാസ് ഭേദഗതി. 79 കേന്ദ്ര നിയമങ്ങളുടെ കൂട്ടത്തിലാണ് 1988 മോട്ടോർ വാഹന നിയമം ഉൾപ്പെടുന്നത്. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടിരുന്നു. സെലക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 784-ൽ 717 വ്യവസ്ഥകൾ വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനും 67 ജനജീവിതം മെച്ചപ്പെടുത്താനുമാണ് കുറ്റവിമുക്തമാക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പിഴകൾ പരിഷ്കരിക്കുകയും അപ്പീൽ അതോറിറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ബിൽ അവതരിപ്പിച്ച് മന്ത്രി ജിതിൻ പ്രസാദ് അറിയിച്ചു. സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർക്കുള്ള മാർച്ച് മാസത്തെ സപ്ലൈകോ റേഷൻ കട വിഹിതങ്ങൾ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ്. അതായത് നാളെയും മറ്റന്നാളും മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിനുള്ളിൽ അർഹതപ്പെട്ടിട്ടുള്ള എല്ലാ വിഹിതങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ മാസം കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ വിഷു കിറ്റ് സപ്ലൈകോയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് വാങ്ങാൻ കഴിയുക. 1 കിലോ പഞ്ചസാര, ചെറുപയർ 1/2 കിലോ, വൻപയർ 1/2 കിലോ, കടല 1/2 കിലോ, ശർക്കരപ്പൊടി 1 കിലോ, ശബരി പായസം മിക്സ് പാലട സേമിയ 200, പായസക്കൂട്ട് 50, മിൽവ നെയ്യ് 100 മില്ലി, ശബരി ജീരകം 100, ശബരി കടുക് 100, ശബരി പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി 1 കിലോ, ശബരി ഉപ്പുപൊടി 1 കിലോ, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 മില്ലി. ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 1250 രൂപ വില വരുന്ന കിറ്റാണ് 1001 രൂപക്ക് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഏപ്രിൽ 1 മുതൽ വിതരണം ചെയ്യുക. 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റ് ഏപ്രിൽ 1 മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ റെഡീം ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെ ഉണ്ടാകും. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും 101 രൂപയുടെ ഇളവ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങൾ 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാം റേഷൻ കടകളിൽ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നതാണ്. റേഷൻ കടകളിലൂടെ ഈ മാസം 2 കിലോ സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിനും 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിനുമുണ്ട്. 4 കിലോ വരെ ആട്ട നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുണ്ട്. 1 ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ മാസം ലഭിക്കുന്നതാണ്.
അപ്പോൾ എല്ലാ ആളുകളും ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനുവരി, ഫെബ്രുവരി മാസത്തിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് ഉള്ളവർ ഉണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും റേഷൻ വാങ്ങണം. ഇല്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ റേഷൻ കാർഡുള്ളവരും ഈ കാര്യം ശ്രദ്ധിക്കണം. അവസാനമായി അപേക്ഷ ക്ഷണിച്ചപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് 65,000-ഓളം നിലവിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുവരെ വലിയ തുക കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഇനി സൗജന്യമായിട്ട് റേഷൻ വിഹിതങ്ങൾ ലഭിക്കും. മാത്രമല്ല, ഇങ്ങനെ മാറിയിട്ടുള്ള കാർഡിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും കഴിയുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസത്തെ വിഹിതങ്ങൾ അവസാനിക്കാൻ 2 ദിവസമാണ് അവശേഷിക്കുന്നത്. അതിനു മുമ്പ് എല്ലാവരും പോയിട്ട് വാങ്ങാൻ വേണ്ടി കാർഡിലെ സ്ത്രീകൾക്ക് അടുത്ത മാസം കൂടുതൽ അവധികളാണ് തുടക്കത്തിലുള്ളത്. അപേക്ഷ ഇലക്ഷൻ മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 3ാം വിതരണത്തിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വിവരം. ഏപ്രിൽ 9 ഇലക്ഷൻ വോട്ടിന് പോകുന്നതിന് മുമ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 3ാമത്തെ 1000-ഉം അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇതിനകം തന്നെ 2 ഗഡുക്കളാണ് വിതരണം നടന്നത്. ഫെബ്രുവരി 12-ാം തീയതിയാണ് ആദ്യ വിതരണം നടന്നത്. അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ 2ാം ഘട്ടം മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തു. അതിനുശേഷം മാർച്ച് മാസത്തിലും 1000 രൂപ വിതരണം ചെയ്തു. എന്നാൽ ചില ആളുകൾക്ക് 2000 രൂപ ലഭിച്ചു. അത് ഫെബ്രുവരിയിൽ ലഭിക്കാത്ത ആളുകൾക്കാണ്. ഫെബ്രുവരിയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് 1000 മാത്രമാണ് വിതരണം നടന്നത്. അടുത്ത ഗഡുവിന്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ ആദ്യ ആഴ്ചയിൽ നടക്കുമ്പോൾ 3ാം ഗഡുവായി 1000 രൂപ മാത്രമാണ് എല്ലാവർക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് വിവരം. മുമ്പ് മുടങ്ങിയിട്ടുള്ള തുകകൾ ഉണ്ട് എങ്കിൽ സാങ്കേതിക കാരണം കൊണ്ടായിരിക്കും അവ കൂടി ചേർത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത്. BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായത്തിന് സംസ്ഥാനത്തെ 32 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് അർഹതയുണ്ട്. എന്നാൽ ഇപ്പോഴും 20 ലക്ഷത്തിന് താഴെ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇതിൽ ആയിട്ടുള്ളത്. അപേക്ഷകർ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ ഉടനെ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശനിയാഴ്ചയാണ് 65 ലക്ഷത്തോളം ആളുകൾക്ക് BPL റേഷൻ കാർഡ് പുതുതായിട്ട് അനുവദിച്ചത്. അതായത് നിലവിൽ ഇതുവരെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരാണ് അവർ. അവർക്ക് കൂടി മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ചത് കൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുന്ന 35 മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് ഈ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതേസമയം സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തേതും ഏപ്രിൽ മാസത്തേതും വിതരണം നാളെ മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. 31-ാം തീയതിയോടുകൂടി ഭൂരിഭാഗം ആളുകൾക്കും തുക ലഭിക്കും. കയ്യിൽ വിതരണം താമസിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 9-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും 4000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. മാർച്ച് മാസം അവസാനിച്ച് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ബാങ്കുകാർ അതിന് അനുസരിച്ച് വിതരണം ക്രമീകരിക്കുന്നതുകൊണ്ട് തന്നെ 3-ാം തീയതിക്ക് ശേഷം ക്ഷേമ പെൻഷൻ കയ്യിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. ചിലയിടങ്ങളിലെങ്കിലും നേരത്തെ ലഭിക്കാൻ സാധ്യതയും ഉണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേതാണ് കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല. ചിലവർക്ക് 1 മാത്രമാണ് ലഭിച്ചത് എന്നൊക്കെ കമന്റിൽ കാണാൻ കഴിഞ്ഞു. മുഴുവൻ ലഭിച്ചിട്ടുള്ള 5 മാസത്തെ 8000 ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിർമ്മാണ ഭവന്റെ സംസ്ഥാനതല ഓഫീസിൽ നിന്നും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പണം അയച്ച് അവിടെ നിന്നാണ് ഓരോ ജില്ലയിലെയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്നത്. അതിന്റെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്ക് ബൈ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്ക്.